All of you welcome to Plus 2 Zoology ഓൺലൈൻ ക്ലാസ്. കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തിലെ സമസ്ത മേഖലകളെയും ഇതിനകം തന്നെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ ഈ രോഗം സൃഷ്ടിച്ച വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സുവോളജി ഓൺലൈൻ ക്ലാസ് തയ്യാറാക്കുന്നതും അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതും. പ്ലസ് 2 സുവോളജി ടെക്സ്റ്റ് ബുക്കിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ആദ്യ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ ഇതിൻ്റെ 2 സെഗ്മെൻറ്റ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്ലസ് 2 ബയോളജി സയൻസ് സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡിസ്ക്രൈബ് അബൌട്ട് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. അതായത് മനുഷ്യനിലെ സെക്സ് ഡിറ്റർമിനേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഓവം, ആൾ ആർ ഹാവിങ് എക്സ് ക്രോമസോം. അതായത് ഫീമെയിൽസ് ഒരേ ഒരു തരം ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിലെല്ലാത്തിലും എക്സ് ക്രോമസോമാണ് ഉള്ളത്. ബട്ട് മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സ്പേംസ്. മെയിൽസ് 2 തരം സ്പേംസ് അല്ലെങ്കിൽ പുംബീജങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 50% ഓഫ് സ്പേംസ് ഹാവ് എക്സ് ക്രോമസോം. പകുതി സ്പേംസിന് എക്സ് ക്രോമസോം ഉള്ളതാണ്. അതുപോലെ തന്നെ അതർ 50% ഹാവ് വൈ ക്രോമസോം. അടുത്ത പകുതിയിൽ വൈ ക്രോമസോമാണ് ഉള്ളത്. ഇഫ് എഗ് ഫെർട്ടിലൈസ് വിത്ത് എക്സ് ക്രോമസോം ക്യാരിയിങ് സ്പേം, ദ ബേബി വിൽ ബി ഫീമെയിൽ. അതായത് എഗ് എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേമുമായിട്ടാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ആ ബേബി ഫീമെയിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് എഗ് ഫെർട്ടിലൈസ് വിത്ത് വൈ ക്രോമസോം ക്യാരിയിങ് സ്പേം, ദ ബേബി വിൽ ബി മെയിൽ. ഇൻ അവർ സൊസൈറ്റി യൂഷ്വലി ഫീമെയിൽസ് ആർ ബ്ലെയിംഡ് ഫോർ ഗിവിങ് ഫീമെയിൽ ചൈൽഡ്. ജസ്റ്റിഫൈ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണ ഫീമെയിൽസിനെയാണ്, അതായത് സ്ത്രീകളെയാണ് പെൺകുട്ടികൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി അപൂർവം ചില സാഹചര്യങ്ങളിൽ മദ്യപാനികളായിട്ടുള്ള ഭർത്താക്കന്മാർ ആക്ഷേപിക്കുന്നത്. പക്ഷേ ഈ സെൻറ്റൻസിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം സാധൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. ബിക്കോസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ സ്പേം, ദാറ്റ് മീൻസ് ദ ഫാദർ. അതായത് കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പുരുഷന്മാർ ഉണ്ടാക്കുന്ന സ്പേംസ് ആണ്. വൈ ക്രോമസോം ക്യാരിയിങ് സ്പേം ആണോ എക്സ് ക്രോമസോം ക്യാരിയിങ് സ്പേം ആണോ എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഈ ക്വസ്റ്റ്യൻ വരുന്നതിന് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ അപൂർവം ചില ഫാമിലിയിൽ മദ്യപാനികളായിട്ടുള്ള ഭർത്താക്കന്മാർ ചിലപ്പോൾ അവർക്ക് ജനിച്ച പെൺകുഞ്ഞുങ്ങൾ ചിലപ്പോൾ 2 പേര് അല്ലെങ്കിൽ 3 പെൺകുഞ്ഞുങ്ങളായിപ്പോയാൽ മദ്യപിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാകുന്ന അവസരത്തിൽ ഭാര്യയോട് മിക്കവാറും ഇത്തരത്തിൽ സംസാരിക്കാറുണ്ട്. നീ പ്രസവിക്കുന്നതെല്ലാം പെൺകുഞ്ഞായിപ്പോയി, അല്ലെങ്കിൽ നിന്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും പറഞ്ഞ് ആക്ഷേപിച്ച് സംസാരിക്കാറുണ്ട്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. വൈ നോട്ട് ആൾ കോപ്പുലേഷൻ ലീഡിങ് ടു പ്രഗ്നൻസി. എന്തുകൊണ്ടാണ് എല്ലാ സെക്ഷൽ ഇൻ്റർകോഴ്സും ലൈംഗിക ബന്ധവും പ്രഗ്നൻസിയിലേക്ക് പോകാത്തത്? ഫോർ പ്രഗ്നൻസി ബോത്ത് ഓവം ആൻഡ് സ്പേം ഹാസ് ടു ബി റീച്ച് സൈമൾട്ടേനിയസ്ലി ഇൻ ആംപുള്ളറി ഇസ്തുമസ് ജംഗ്ഷൻ. അതായത് പ്രഗ്നൻസി ആകണമെങ്കിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പേമും ഓവവും സൈമൾട്ടേനിയസ് ആയിട്ട് ആംപുള്ളറി ഇസ്തുമസ് ജംഗ്ഷനിൽ എത്തണം. എന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കൂ. ദെൻ ഓൺലി ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. മൈറ്റോട്ടിക് ഡിവിഷൻസ് ഇൻ സൈഗോട്ട് ഈസ് കാൾഡ് ഡാഷ്.
അതായത് സൈഗോട്ടിൽ നടക്കാൻ പോകുന്ന മൈറ്റോട്ടിക് ഡിവിഷൻസിനെ വിളിക്കുന്ന പേരെന്താണ്? എൻ്റെ ആൻസർ ക്ലീവേജ് ഡിവിഷൻസ്. ഇനി ദ ഡാട്ടർ സെൽസ് ആർ കാൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. ക്ലീവേജ് ഡിവിഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓരോ ഡാട്ടർ സെൽസിനെ വിളിക്കുന്ന പേര് ബ്ലാസ്റ്റോമിയർ എന്നാണ്. ഡിസ്ക്രൈബ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ. ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന ചേഞ്ചസിനെ ബ്രീഫ് ചെയ്ത് എഴുതുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആംപുലറി ഇസ്തമസ് ജംഗ്ഷൻ ആൻഡ് ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംപുലറി ഇസ്തമസ് ജംഗ്ഷനിലാണ്. ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻസ് കാൾഡ് ക്ലീവേജ് ഡിവിഷൻസ്. അതായത് സൈഗോട്ടിൽ നടക്കാൻ പോകുന്ന മൈറ്റോട്ടിക് ഡിവിഷൻസിനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ് ഡിവിഷൻസ്. ഡാട്ടർ സെൽസിനെ അറിയപ്പെടുന്ന പേര് ബ്ലാസ്റ്റോമിയേഴ്സ്. ഇനി 8 to 16 സെൽ സ്റ്റേജ് ഈസ് കാൾഡ് മോറുല. അതായത് 8 മുതൽ 16 വരെ സെൽസ് അടങ്ങിയ ആ ഒരു പന്ത് പോലെ ഇരിക്കുന്ന സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറുല. ഇറ്റ് ലുക്ക് ലൈക്ക് ദ ഫ്രൂട്ട്സ് ഓഫ് മൾബറി. അതായത് മൾബറി ചെടിയുടെ ഫ്രൂട്ട്സിന് നോട് സാമ്യം വേണമെങ്കിൽ നമുക്കിതിന് മോറുല എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനെ കരുതാം. അതുകൊണ്ടാണ് ഇതിനെ മോറുല എന്ന് വിളിക്കാൻ കാരണം. അപ്പം നമുക്ക് തോന്നും, സ്വാഭാവികമായിട്ട് സംശയം തോന്നും, മൾബറിയുടെ ഫ്രൂട്ടും എന്താ മോറുല എന്ന് പറയുന്ന വാക്കും തമ്മിലുള്ള ബന്ധം. മൾബറി ചെടിയുടെ ജീനസ് നെയിം ആരംഭിക്കുന്നത് മോറുല എന്ന പേരിലാണ്. ജീനസ് ഓഫ് മൾബറി പ്ലാന്റ് ഈസ് മോറുല. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് കിട്ടാൻ കാരണം. ഇനി മോറുല ഈസ് യൂഷ്വലി കവേർഡ് ബൈ സോണ പെലൂസിഡ. നേരത്തെ നമ്മൾ ഓവത്തിൽ കണ്ട അല്ലെങ്കിൽ എഗ്ഗിൽ കണ്ട സോണ പെലൂസിഡ ഇവിടെയും നിലനിൽക്കും. മോറുല ട്രാൻസ്ഫോം ഇൻറ്റു ബ്ലാസ്റ്റോസിസ്റ്റ്. അതിനുശേഷം മോറുല ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റ് ഹാസ് ഔട്ടർ ലെയർ ഓഫ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ്. ഒരു ബ്ലാസ്റ്റോസിസ്റ്റിനെ ഔട്ടർ ലെയർ ഓഫ് ട്രോഫോബ്ലാസ്റ്റ് കാണും. അതായത് ട്രോഫോബ്ലാസ്റ്റ് സെല്ലുകൾ കൊണ്ടുള്ള ഒരു ഔട്ടർ ലെയറും ഇന്നർ റീജിയനിൽ ഒരു സെൽ മാസ് ഓഫ് സെൽ കാണും. അതിനെ വിളിക്കുന്ന പേര് ഇന്നർ സെൽ മാസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ബ്ലാസ്റ്റുല ഫോമേഷന് വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റുലേഷൻ. ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് റീച്ച് അറ്റ് ദ യൂട്രസ് ആൻഡ് അണ്ടർഗോ ഇംപ്ലാന്റേഷൻ ഇൻ എൻഡോമെട്രിയം ബൈ ദ ഹെൽപ്പ് ഓഫ് കോറിയോണിക് വില്ലൈ. അതായത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പതുക്കെ മൂവ് ചെയ്ത് യൂട്രസിലെത്തും. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ ഇത് അറ്റാച്ച് ചെയ്യും. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇനി അതിന് സഹായിക്കുന്ന ചെറിയ വില്ലൈ പോലുള്ള സ്ട്രക്ചേഴ്സ് ആണ്, ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനാണ് അതിനെ വിളിക്കുന്ന പേര് കോറിയോണിക് വില്ലൈ. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫോം ഇൻറ്റു ഗ്യാസ്ട്രുല ബൈ എ പ്രോസസ് കാൾഡ് ഗ്യാസ്ട്രുലേഷൻ. ഇംപ്ലാന്റേഷന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റ് ഗ്യാസ്ട്രുല എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുന്നു. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേര് ഗ്യാസ്ട്രുലേഷൻ എന്നാണ്. ഗ്യാസ്ട്രുല ഹാസ് 3 ജേം ലെയേഴ്സ്. 3 ജേം ലെയറുകൾ ഗ്യാസ്ട്രുലയിലുണ്ട്. അവ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറും. ഡിസ്റ്റിങ്ക്യൂഷ് എംബ്രിയോ ഫ്രം ഫീറ്റസ്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ എംബ്രിയോ റെഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് അപ് ടു ദ 8th വീക്ക് സ്റ്റേജ്. അതായത് 8 ആഴ്ച വരെയുള്ള ആ ഡെവലപ്മെൻറ്റിനെ വിളിക്കുന്ന, ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോ. ഇനി അതിനുശേഷം ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫീറ്റസ് റെഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഫ്രം 8th വീക്ക് ടു ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. അതായത് 8ാമത്തെ ആഴ്ച മുതൽ പിന്നെ ടിൽ ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി, അത്രയും കാലയളവിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റസ്. ഫീറ്റസ് മീൻസ് ഡെവലപ്പിംഗ് എംബ്രിയോ ആണ് യഥാർത്ഥത്തിൽ ഫീറ്റസ്. വാട്ട് ഈസ് പ്ലാസൻഡ? പ്ലാസൻഡ ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോംഡ് ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. അമ്മയ്ക്കും ഫീറ്റസിനും ഇടയിൽ ഫോം ചെയ്യുന്ന ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് പ്ലാസൻഡ. ദ കോറിയോണിക് വില്ലൈ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് യൂട്ടറൈൻ ടിഷ്യൂ ടുഗദർ ഫോം പ്ലാസൻഡ. പ്ലാസൻഡ നിർമ്മിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ കോറിയോണിക് വില്ലയും അതുപോലെ അമ്മയുടെ യൂട്രസിൻ്റെ ചില ടിഷ്യൂവും കൂടി ചേർന്നാണ് ഈ പ്ലാസൻഡ ഫോം ചെയ്യുന്നത്. പ്ലാസൻഡ ഹാസ് ബോത്ത് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കമ്പോണൻസ്. പ്ലാസൻഡയിൽ അമ്മയുടെ കമ്പോണൻസും ഉണ്ട്, കുഞ്ഞിൻ്റെ കമ്പോണൻസും ഉണ്ടാകും. പ്ലാസൻഡ കണക്റ്റഡ് ടു ഫീറ്റസ് ബൈ അംബിലിക്കൽ കോഡ്. പ്ലാസൻഡ കുഞ്ഞിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വൈറ്റ് കളറിലുള്ള ഒരു കോഡുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അംബിലിക്കൽ കോഡ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസൻഡ? പ്ലാസൻഡയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പ്ലാസൻഡ ആക്ട് ആസ് എ ബ്ലഡ് ബാരിയർ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. കാരണം
അമ്മയുടെയും കുഞ്ഞിൻ്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാരിയറാക്കി വയ്ക്കുന്ന ഒരു ഭാഗമാണ് പ്ലാസൻ്റ. ഒരിക്കലും അമ്മയുടെ രക്തം കുഞ്ഞിൻ്റെ രക്തവുമായിട്ടോ കുഞ്ഞിൻ്റെ രക്തം അമ്മയുടെ രക്തവുമായിട്ടോ മിക്സ് ചെയ്യുന്നില്ല. ഇനി ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഫീറ്റസ്. കുഞ്ഞിന് ഓക്സിജനും ന്യൂട്രിയൻസും നൽകും. റിസീവ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വേസ്റ്റ് ഫ്രം ദ ഫീറ്റസ്. പ്ലാസൻ്റ കുഞ്ഞിൽ നിന്നും കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആയിട്ടുള്ള വേസ്റ്റിനെയും കളക്ട് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ് ആൻറ്റിബോഡീസ് ടു ദ ഫീറ്റസ്. കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി നൽകുന്നതിന് വേണ്ടി ആൻറ്റിബോഡീസ് ലഭ്യമാക്കും. പ്രധാനമായിട്ട് പ്ലാസൻ്റയിലൂടെ പാസ് ചെയ്യുന്ന ആൻറ്റിബോഡിയെ വിളിക്കുന്ന പേരാണ് IgG, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഗാമ. പ്ലാസൻ്റ ആക്ട് ആസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺസ്. പ്ലാസൻ്റ ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുകയും അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നൈം ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസൻ്റ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ or HCG, human placental lactogen or HPL, ഈസ്ട്രജൻ, പ്രൊജസ്റ്റീറോൺ, റിലാക്സിൻ. ഈ 5 ഹോർമോൺസ് ആണ് പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് ഹോർമോൺസ് ആർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി. ഇനി 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ? നോർമലി HCG ഈസ് നോട്ട് ഫൗണ്ട് ഇൻ യൂറിൻ. നോർമലി HCG യൂറിനിൽ കാണപ്പെടാറില്ല. ബട്ട് യൂറിൻ ഓഫ് പ്രഗ്നന്റ് ലേഡി ഹാസ് HCG. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ യൂറിനിൽ HCG ഉണ്ടാകും. ദ ഡിറ്റക്ഷൻ ഓഫ് HCG ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി യൂറിൻ എടുക്കാറുണ്ട്. അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ആധാരം ഇതാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ യൂറിനാണെങ്കിൽ അതിൽ HCG കാണുകയും ആ കാർഡ് ടെസ്റ്റ്, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുന്ന കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ലൈൻ കിട്ടുകയും ചെയ്യും. ഡിസ്ക്രൈബ് മൈൽ സ്റ്റോൺസ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്സ്. അതായത് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് വിവരിക്കണം. ഫീറ്റൽ ഡെവലപ്മെൻറ്റിനെ പ്രധാനമായിട്ട് നമ്മൾ 3 ഡിമാർക്കേഷനായിട്ടാണ് പറയുന്നത്. ഒന്ന് ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ. രണ്ടാമത്തത് രണ്ടാമത്തെ 3 മാസം, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇനി മൂന്നാമത്തത് അവസാനത്തെ 3 മാസം, അതായത് തേർഡ് ട്രൈമസ്റ്റർ. ആഫ്റ്റർ 1 മന്ത് ഹാർട്ട് ഈസ് ഫോംഡ്. അതായത് ഒരു മാസം വളർച്ചയെത്തുമ്പം ഹാർട്ട് ഫോം ചെയ്യും. എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ്. അതായത് 2ാമത്തെ മാസത്തിൻ്റെ അവസാനം കൈകാലുകളും വിരലുകളും ഫോം ചെയ്യും. എൻഡ് ഓഫ് ദ 12th വീക്ക്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പം മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ വെൽ ഡെവലപ്ഡ്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നന്നായി ഡെവലപ്പ് ചെയ്യും. ഇനി ഡ്യൂറിങ് 5th മന്ത് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ്. അതായത് ആദ്യമായിട്ട് ഫീറ്റസ് ചലിക്കുന്നത് 5ാമത്തെ മാസത്തിലാണ്. അതുപോലെ തന്നെ ഫീറ്റസിൻ്റെ തല മുഴുവൻ ഹെയർ കൊണ്ട് പൊതിയും. എൻഡ് ഓഫ് ദ 24th വീക്ക്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ അവസാനം ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്. അതായത് ശരീരം മുഴുവൻ നേർത്ത രോമങ്ങൾ കൊണ്ട് പൊതിയും. ആ രോമങ്ങളെ പൊതുവിൽ വിളിക്കുന്ന പേര് ലാനുഗോ എന്നാണ്. ഇനി ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. അതായത് ഐലിഡ്സ് 2 അപ്പർ ഐലിഡും ലോവർ ഐലിഡും കണക്ട് ചെയ്തായിരിക്കും ആദ്യം ഇരിക്കുന്നത്. പിന്നെ അത് ഇവിടെ കണ്ണുകൾ തുറക്കുമെന്നർത്ഥം. ഐ ലാഷസ് ആർ ഫോംഡ്. കൺപീലികൾ ഫോം ചെയ്യും. എൻഡ് ഓഫ് ദ 9th മന്ത് റെഡി ഫോർ ഡെലിവറി. അതായത് പ്രഗ്നൻസി കംപ്ലീറ്റ് ആകും, ഡെലിവറിക്ക് സമയമാണ്. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്? അതായത് എന്താണ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്? The signals originating from fully developed fetus and placenta is called fetal ejection reflex. അതായത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നും അതുപോലെ തന്നെ പ്ലാസൻ്റയിൽ നിന്നും അമ്മയ്ക്ക് കിട്ടുന്ന സിഗ്നൽസിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്. ഇറ്റ് ഇൻഡ്യൂസ് ഓക്സിറ്റോസിൻ പ്രൊഡക്ഷൻ ആൻഡ് റിലീസിങ് ഫ്രം ദ മദർ. അതായത് ഈ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ് ആണ് അമ്മയിൽ ഓക്സിറ്റോക്സിൻ പ്രൊഡക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്നതും കൂടാതെ രക്തത്തിലേക്ക് കൂടുതൽ റിലീസ് ചെയ്യുന്നതും
ഡെലിവറിക്ക് വേണ്ടി. വാട്ട് ഈസ് പാർച്ചുറിഷൻ? റൈറ്റ് ഇറ്റ്സ് സ്റ്റെപ്പ്. അതായത് പാർച്ചുറിഷൻ എന്താണ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുക. പാർച്ചുറിഷൻ ഈസ് ദ ടേം റെഫേഴ്സ് ടു ചൈൽഡ് ബർത്ത് ഓർ ഡെലിവറി. അതായത് 9ാമത്തെ മാസം കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ അഥവാ ചൈൽഡ് ബർത്ത് അഥവാ ഡെലിവറി. ഇനി സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഫ്രം ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. ഒരു ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്ന് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് അമ്മയുടെ തലച്ചോറിലെത്തും. അപ്പോൾ റിലീസിങ് ഓഫ് ഓക്സിറ്റോസിൻ ഇൻ മദേഴ്സ് ബ്ലഡ്, അതായത് അമ്മയുടെ രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന്. കോൺട്രാക്ഷൻ ഓഫ് യൂട്ടറസ് ആൻഡ് ഡയലേഷൻ ഓഫ് സെർവിക്സ്. അപ്പോൾ തന്നെ യൂട്ടറസിൻ്റെ സോഫ്റ്റ് മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അപ്പോൾ സെർവിക്സ് ഡയലേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ കുഞ്ഞ് പുറത്തേക്ക് വരും. അതാണ് ചൈൽഡ് ബർത്ത്. കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അംബിലിക്കൽ കോഡ് ലിഗേറ്റ് ചെയ്യും, അതായത് കെട്ടിവെച്ച ശേഷം അതിൻ്റെ മറുഭാഗത്ത് അത് ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടി, കട്ട് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് ലിഗേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കെട്ടിവെക്കുന്നത്. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കുഞ്ഞിനെ സെപ്പറേറ്റ് ചെയ്യും അമ്മയിൽ നിന്ന്. ഇനി അവസാനത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിയ അംബിലിക്കൽ കോഡിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ പ്ലാസൻ്റെയും ആംനിയോട്ടിക് ഫ്ലൂയിഡും എല്ലാം പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. ആ പ്രോസസ്സിനെ അങ്ങനെ പുറത്തേക്ക് വരുന്ന അംനിയോട്ടിക് ഫ്ലൂയിഡും പ്ലാസൻ്റയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ അംബിലിക്കൽ കോഡിൻ്റെ ഭാഗങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ബർത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ വിളിക്കുന്ന പേര് മറുപിള്ള എന്ന് വിളിക്കും. വാട്ട് ഈസ് ആഫ്റ്റർ ബർത്ത്? അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടെ ചോദിച്ചേക്കുന്നത്. പ്ലാസൻ്റ, റെമിനൻസ് ഓഫ് അംബിലിക്കൽ കോഡ് ആൻഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇജക്റ്റ് ഔട്ട് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. ദിസ് ഈസ് കാൾഡ് ആഫ്റ്റർ ബർത്ത്. അതിനെയാണ് എന്ത് വിളിക്കുന്ന പേര്? ആഫ്റ്റർ ബർത്ത് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്? ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആംനിയോട്ടിക് ഫ്ലൂയിഡ് പ്രൊട്ടക്റ്റ് ഫീറ്റസ് ഫ്രം ഫിസിക്കൽ ഇഞ്ചുറി. ഫിസിക്കൽ ഇഞ്ചുറിക്ക് ഫീറ്റസിന് കിട്ടാതെ നോക്കുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡാണ്. ഇറ്റ് ആക്ട് ആസ് എ ഷേക്ക് അബ്സോർബർ, അതായത് ഒരു ഷേക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യും. കുഞ്ഞിന് ക്ഷതം ഏൽക്കാതെ നോക്കും. ഇറ്റ് അലൗ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ്. അകത്ത് വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. കുഞ്ഞിന് യാതൊരുവിധ ഇൻഫെക്ഷനും ഉണ്ടാക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. 15ാമത്തെ ചോദ്യം, നൈം എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഓഫ് മാൻ. മനുഷ്യൻ്റെ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഏതൊക്കെയാണ്? ഇത് നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്തൊരു ചോദ്യമാണ്. അത് നമ്മുടെ ഫീറ്റസിനെ പൊതിഞ്ഞുകൊണ്ട് 4 മെംബ്രെയിൻസ് കാണും. അതിൽ മനുഷ്യന് 2 എണ്ണമാണ് പ്രധാനമായിട്ടും ആക്റ്റീവ്, 2 എണ്ണം അത്ര ആക്റ്റീവ് അല്ല. ആംനിയോണും കോറിയോണും ആക്റ്റീവാണ്, എന്നാൽ അലൻഡോയിസും യോക്സാക്കും നേരിയ തരത്തിലേ കാണുകയുള്ളൂ മനുഷ്യരിൽ. ഇനി വാട്ട് ഈസ് കൊളസ്ട്രം? എന്താണ് കൊളസ്ട്രം? ദ യെല്ലോ കളേർഡ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ മദർ ഡ്യൂറിങ് ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് ലാക്ടേഷൻ. അതായത് പ്രസവശേഷം ഇനിഷ്യൽ പീരീഡ് ഓഫ് ലാക്ടേഷനിൽ അമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന മഞ്ഞ നിറത്തിലുള്ള പാലാണ് കൊളസ്ട്രം. കൊളസ്ട്രം കണ്ടെയ്ൻ ആൻറ്റിബോഡീസ് ആൻഡ് ന്യൂട്രിയൻസ്. അതായത് ന്യൂട്രിയൻസും അതുപോലെ ആൻറ്റിബോഡീസും കാണും കൊളസ്ട്രത്തിൽ. ഇത് കുഞ്ഞിന് പോഷണവും അതുപോലെ തന്നെ പ്രതിരോധശേഷിയും നൽകും. ഇനി കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡിയാണ്, പ്രധാനമായിട്ടും കാണപ്പെടുന്ന ആൻറ്റിബോഡിയാണ് IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൽഫ. ഇനി ഇറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ടു ദ ബേബി. 17ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്ക്വിഷ് ഫ്രറ്റേണൽ ട്വിൻസ് ഫ്രം ഐഡൻറ്റിക്കൽ ട്വിൻസ്. അതായത് ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ സഹജാത ഇരട്ടയും ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ സമജാത ഇരട്ടയും. അതെന്താണെന്ന് നമുക്ക് ഡിഫറൻസ് വെച്ച് നോക്കാം. ഫ്രറ്റേണൽ ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഡെവലപ്ഡ് ഫ്രം 2 ഓവം. ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ സഹജാത ഇരട്ടകളാണ്. ചില സ്ത്രീകളിൽ ഒരേ സമയത്ത് 2 ഓവം പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് രണ്ടും കുഞ്ഞായിട്ട് വളരും. ഇതാണ് ഫ്രറ്റേണൽ ട്വിൻസ്. എന്നാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് അങ്ങനെയല്ല, ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ ഓവം. നോട്ട് സിമിലർ ഇൻ അപ്പിയറൻസ്. അതായത് ഫ്രറ്റേണൽ ട്വിൻസ് സാദൃശ്യം ഉണ്ടാകണമെന്ന് ഉറപ്പില്ല. പക്ഷേ ഐഡൻറ്റിക്കൽ ട്വിൻസ് സിമിലർ ആയിരിക്കും, കാഴ്ചയിൽ സിമിലർ ആയിരിക്കും, അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. പക്ഷേ ഫ്രറ്റേണൽ ട്വിൻസ് ഒരിക്കലും ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആവണമെന്ന് ഇല്ല. ഇനി ബോത്ത് ആർ ഈ ഫ്രറ്റേണൽ ട്വിൻസിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പം 2 ആൺകുട്ടികളാവാം, ചിലപ്പോൾ 2 പെൺകുട്ടികളാകാം, ചിലപ്പോൾ 1 ആണും 1 പെണ്ണും ഒക്കെ ആകാം.
എന്നാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് അങ്ങനെയല്ല, ഒന്നുകിൽ രണ്ടും മെയിൽസ് അല്ലെങ്കിൽ രണ്ടും ഫീമെയിൽസ് ആയിരിക്കും. അവസാനത്തെ ചോദ്യം ഇതാണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് സാധാരണ പരീക്ഷയ്ക്ക് ഓർഡർ തെറ്റിച്ചു തരും, കറക്റ്റ് ചെയ്യാൻ പറയും. സൈഗോട്ട്, മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ, ഗ്യാസ്ട്രുല. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഭൂരിഭാഗവും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ പുറകിലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക. അത് ഞാൻ മനഃപൂർവ്വമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 3 വീഡിയോയിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ട ശേഷം നിങ്ങളത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് അറിയിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആകും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് എത്രയും വേഗം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.